സ്വന്തം പിതാവ് തന്റെ ബന്ധുക്കൾ ആക്രമിക്കുന്നത് കണ്ടപ്പോ തടയാൻ ശ്രമിച്ച ഒരു പെൺകുട്ടിക്ക് ആ പിതാവിന്റെ കരങ്ങളാൽ തന്നെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം നമ്മളെല്ലാവരും കേട്ടിരിക്കുമല്ലോ. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അതായത് ഈ സംഭവം നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ലഹരിയും കുടുംബ തർക്കവും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടുത്തെ വില്ലൻ ലഹരിയാണ്. കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, കുടുംബത്തിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അദ്ദേഹം ആദ്യമേ തന്നെ ലഹരിയുടെ അടിമയായിരുന്നു. അപ്പോൾ ലഹരി വരുന്നത് പല പല ഘട്ടങ്ങളിലൂടെയാണ്. ഈ ഘട്ടങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയാൻ പറ്റും? ലഹരി കടന്നു വരുന്ന ആദ്യ ഘട്ടം ചിലപ്പോൾ ഫ്രണ്ട്സിനോട് കൂട്ടുകൂടിയിട്ട് ഫ്രണ്ട്സിനൊപ്പം എന്നുള്ള ചിന്ത, ഇത് ഇപ്പോൾ മാത്രമല്ലേ എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നീട് വരുന്ന അപകടം വളരെയധികം ദുരന്തമായി വരാൻ പോകുന്നത് നന്നായി ചിന്തിക്കുന്നില്ല. ലഹരി പതിവായി മാറുമ്പോൾ ദേഷ്യം അധികമാകും, പ്രതികരണങ്ങൾ കൂടും, ചിലപ്പോ സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയൊക്കെ വരും. ഇത് പിതാവാകട്ടെ മറ്റ് ആളുകളാകട്ടെ പഠിതാക്കളാകട്ടെ ആർക്കായാലും പഠനത്തിലും അവരുടെ ജോലിയിലൊക്കെ അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. മൂന്നാമത്തെ ഘട്ടം ഒരു ആശ്രിതാവസ്ഥയാണ്. അത് അഡിക്ഷൻ ആകുന്ന ഒരവസ്ഥയാണ്. ഈ സമയത്ത് ചിന്തകളൊക്കെ മങ്ങും, യഥാർത്ഥ ചിന്ത ഉണ്ടായിരിക്കില്ല. പിന്നെ സംശയം വരും. കുടുംബത്തിലൊക്കെ ആകുമ്പോൾ മറ്റുള്ളവരെ സംശയ രോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവില്ലാതാവും. ഇങ്ങനെയാണ് ഈ ഘട്ടം കടന്നു പോകുന്നത്. ലഹരിന്റെ ഉപയോഗത്തിൽ അവസാനത്തെ ഘട്ടമാണ് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അവരുടെ ചിന്തകൾക്കൊന്നും ഒരു പ്രത്യേകത ഒരവസ്ഥ, അതിരില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. ബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. വലിയ ദേഷ്യം വരും, പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലഘട്ടങ്ങളായിട്ട് വരുന്നൊരു പ്രക്രിയയാണ്. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങളിലേക്ക് അത് ചെന്നെത്തുക. ഇത്തരം അവസ്ഥകളൊക്കെ ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ബന്ധുക്കളോ മറ്റോ ചേർന്ന് പെട്ടെന്ന് തന്നെ കൗൺസിലിംഗ്, അതായത് സൈക്യാട്രി വിഭാഗത്തിൽ എത്തിക്കുകയും അതിന് വേണ്ട അല്ലെങ്കിൽ ഡി അഡിക്ഷന്റെ സെന്ററുകളിൽ എത്തിച്ചുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അത് ആ കുടുംബത്തിനും ആ സമൂഹത്തിനും തന്നെ വലിയ ദുരന്തങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളെ, വിദ്യാർത്ഥികളെ, ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൂളായിട്ട് പറയുന്നതല്ല. ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല, എനിക്ക് ലഹരി വേണ്ട എന്ന് പറയുന്നതാണ് ധൈര്യം എന്ന് പറയുന്നത്. സമയത്ത് എനിക്ക് സഹായം വേണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ സഹായം ചോദിക്കുന്നത് ഒരിക്കലും അതൊരു ദൗർബല്യമല്ല. എപ്പോഴാണോ നമുക്ക് സഹായം ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് സഹായം ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് ലഹരിക്കെതിരെയും ജീവിതത്തിനൊപ്പം നിൽക്കാം.